ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഇതൊരു ഏർലി മോർണിംഗ് ഒന്നുമല്ല കേട്ടോ, ഒരു 8:30-9 സമയമാണ്. കർട്ടനൊക്കെ നീക്കിയിട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാൻ ഈ കർട്ടനൊക്കെ നീക്കുന്ന ആളെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ നേരെ വൈകി നീക്കുന്ന ആളാണ് ഇവിടെ. അങ്ങനെ ഇക്കാക്കാണത് എപ്പോഴും ചെയ്യല്. അപ്പോൾ വീഡിയോക്ക് വേണ്ടി ഞാൻ തുറന്നത് പിന്നും അടച്ച് പിന്നും തുറക്കുന്ന ഞങ്ങൾ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നുമില്ല, കാരണം നല്ല ഓവർനൈറ്റ് ഓട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെ ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കുമ്പോൾ സംഭവം കാണുന്നില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാക്ക ഓൾറെഡി ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അത് പോയിട്ടിനി കഴിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കൽ. എനിക്ക് അങ്ങനെ ഓവർ കട്ടിയിൽ ഉണ്ടാക്കുന്നത് എന്തോ ഒരു മടുപ്പാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് രണ്ടാൾക്കും സുഖമില്ലാണ്ടായി. ഒരു എന്താ പറയുക, വയ്യായിക വന്ന് അങ്ങനെ കാക്കോളുടെ ഒരു ഓഫീസിൽ പോയില്ല. അപ്പോൾ ഉച്ചക്കത്തേക്കൊക്കെ ഫുഡ് പുറത്തുനിന്നുള്ള ഫുഡാണ് കേട്ടോ. ഒരു ചിക്കൻ മീലും അതുപോലെ തന്നെ ഒരു ബീഫ് മീലും ആണ് വാങ്ങിയത്. ചില ആൾക്കാർ പറയും പനി സുഖമില്ലാണ്ടൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നില്ല, കഞ്ഞിയൊക്കെ കുടിക്കാനേ തോന്നുള്ളൂ എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ വേണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ കഴിച്ച്, പാത്രം കഴുകാനൊന്നുമില്ല, കഴിച്ച 2 പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം ഒന്ന് മയങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്നിട്ട് ഇപ്പം എന്താ പറയുക, ചായ അല്ല വെള്ളവും ഒരു ക്രൊസാൻറ്റും എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ പുറത്തേക്ക് പോയി. രാത്രിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് വെറുതെ ഇറങ്ങിയല്ല, ഡോക്ടറെ കാണിക്കാനുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഈ രാവിലെ മുതലേ ഇവിടെ എന്താ പറയുക, റൂമിലിരുന്നതിൻ്റെ ഒരു എന്താ പറയുക, മടുപ്പ് ഇങ്ങനെ തലക്കൊരു മാതിരി ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പുതിയ റെസ്റ്റോറൻറ്റിലാട്ടോ ഞാൻ പോയത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരു ക്ലിയർ മിററൊക്കെ കണ്ട ഒരു സെൽഫിയൊക്കെ ആവാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പറയുക, സീറ്റിലേക്ക് കൊടുത്തിട്ട് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത്. പിന്നെ ഞങ്ങൾ ഇത് ഓർഡർ ചെയ്യാൻ കേട്ടോ ഫുഡ്. ആദ്യമായിട്ടായത് കാരണം തന്നെ അവിടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. സുഖേൻ്റെ സൈഡ് എഫക്റ്റ് ആട്ടോ നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ സുലൈമാനി വന്നിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് തരണം കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് മബേല സൗത്തിലുള്ളതാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റാണത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ഒരു റൈസും അതുപോലെ തന്നെ ഒരു ബീഫിൻ്റെ ലിവർ സംഭവമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു റൊട്ടി ഉണ്ടായിരുന്നു. ലിവറൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ റൈസ് അവിടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള അടിപൊളി ഫുഡാണ് കേട്ടോ അത്. ആ ബീഫും അതുപോലെ തന്നെ ആ റൈസും എന്താ പറയുക, അത്രയ്ക്കും അടിപൊളിയാണ്. ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അത് എത്രത്തോളം അടിപൊളിയാണ് ആ ഫുഡ് എന്നുള്ളത്. എത്ര ഭയങ്കര ടെൻഡറായിട്ടുള്ളൊരു ബീഫും അതുപോലെ തന്നെ റൈസ്, അത് മാത്രം മതി ശരിക്കും. എന്താ പറയുക, അഫോർഡബിളാണ് കേട്ടോ. അത് 2 ആൾക്ക് കഴിക്കാനുള്ളൊരു പോർഷൻ ഉണ്ട്, ആകെ 2 റിയാലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര അഫോർഡബിളുമാണത്. പിന്നെ ഒരു മോമോസ് പോലത്തെ ഒരു സംഭവം ഞങ്ങൾ വാങ്ങിയിട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, അതൊരു വേറൊരു ലീഫിൻ്റെ ഒക്കെ ഫ്ലേവർ. ഇതാട്ടോ ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ തന്നെ അങ്ങനെ അടഞ്ഞിങ്ങനെ ഇരുന്നത് കാരണം അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്ന് ചെന്നാലും കുറച്ച് ദൂരം എവിടെയെങ്കിലും, ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു മാളിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ എത്താനായി. അങ്ങനെ അവിടെ എത്തി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് പുറത്തൊക്കെ എല്ലാ ദിവസവും പോയിട്ടില്ലെങ്കിലൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ എന്താ പറയുക, നമ്മളെ വീടിൻ്റെ പുറത്ത് തന്നെ നടക്കാം, ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെയാണല്ലോ. ഇത് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. ഇടയ്ക്കൊന്ന് പുറത്ത് പോകുക. അതിപ്പോൾ സാധനം വാങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് വന്നെന്നുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ പാർക്കിലും എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോകണം. ശരിക്കും അപ്പോഴേ നമുക്ക് നമ്മളെ ലൈഫിനൊരു ലൈഫ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ തന്നെ തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കുറച്ച് മീറ്റ്, ഫിഷ്, ഞങ്ങൾ കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ അയില ഓഫറിലുണ്ടായിരുന്നു, അതും കേട്ടോ വാങ്ങിയത്. ഒരുപാടൊന്നും വാങ്ങൂല, 2-1/2 കിലോനൊക്കെ ഞങ്ങൾ വാങ്ങുള്ളൂ. കാരണം വെച്ചാൽ അപ്പോൾ അതന്നെ ഞങ്ങൾക്ക് ഏകദേശം അയിലാണെങ്കിൽ 4 ദിവസത്തേക്ക് അങ്ങനെ പാർട്ടീഷനാക്കി ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഒരു 10 ദിവസത്തേക്കൊക്കെ ഉണ്ടാകും കേട്ടോ വാങ്ങുന്നത് എന്താണെങ്കിലും. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക, പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നതുകൊണ്ട് പിന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് എന്താ പറയുക, എല്ലാവരും ചില്ലറപ്പൊടികൾ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും വാങ്ങാനില്ല, കുറച്ചൊക്കെ വാങ്ങാനുള്ളതൊക്കെ അങ്ങനെ വാങ്ങി.
പിന്നെ നമുക്ക് എന്താ പറയുക ഇത് വാങ്ങാൻ എന്താ പറയുക ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു സംഭവം ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊന്നും നമ്മളെ സെക്ഷനല്ല ഗൈസ്. ഇലക്ട്രോണിക്സ് അവിടെയാണ്. അതവിടെ എന്താ വെക്കാം. ഇവിടെ ഉണ്ടോ ഈ സെക്ഷനിൽ ഫോണിൻ്റെ ഒക്കെ അതാ. ഞങ്ങൾ വിചാരിക്കുന്ന ചെറിയൊരു ട്രൈപോഡ് പോലത്തെ ഒരു സംഭവം ഒരു സ്റ്റാൻഡ് എന്താ പറയുക വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഫോൺ വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയില്ല അങ്ങനത്തെ നോക്കുന്നത്. നല്ല ക്യൂട്ട് കളറിലൊക്കെ ബ്ലാക്കും ഉണ്ട്. അങ്ങനെ വലിയ റേറ്റിൻ്റെ ഒന്നുമല്ല നോക്കുന്നത്, ചെറിയൊരു റേറ്റിൻ്റെ. അങ്ങനെ ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. അതാണ് കാത്ത് ഞാൻ നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് വാഷ്റൂം പോയാൽ നിർത്തിയത്. പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ പുറത്ത്. അവിടെ മറ്റേതാണ് സ്റ്റെപ്പ് എസ്കലേറ്റർ ആണുള്ളത്. അങ്ങോട്ട് അങ്ങനെ കൊണ്ടുവെക്കും. ഇത് പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഒമാനക്കോറി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പുറത്തൊക്കെ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു 2 ട്രിപ്പ് അവിടെ പോയിട്ട് എടുക്കാണ്ട് ഞങ്ങൾ വരത്തില്ല. നല്ല വലിയ മീനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അങ്ങനെ വലിയ വലിയ മീനുകൾ നല്ല രസമാണ് കാണാൻ. പുറത്തുനിന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറേ നേരം പോയ ആൾക്കാർ വന്നോന്ന് വന്ന ആൾക്കാർ പോയോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ എന്താ പറയുക ഒരു മാർക്കറ്റ് നടക്കലുണ്ട് എന്നുള്ളത്, ഫ്രൈഡേ മാർക്കറ്റ്. ഇതിൻ്റെ മുകളിൽ കേട്ടോ, മോളിൻ്റെ മുകളിൽ. അപ്പം ഇന്ന് ഫ്രൈഡേ അല്ല, എല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എന്താ പറയുക ഭയങ്കര ബ്ലാങ്ക് ആയിട്ടേക്കുണ്ടാവാം. അപ്പോൾ എന്താ പറയുക അതൊന്ന് എനിക്ക് ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഏതായാലും ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഇതിലും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഭയങ്കര രസമാട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. നമ്മൾ ആ എസ്കലേറ്ററിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ കയറി ഇങ്ങനെ ആ ഒരു ഫീൽ നല്ലൊരു ഗാലക്സിയിലൊക്കെ പോകുന്ന പോലെ തോന്നും. അങ്ങനെയാണ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പം മാർക്കറ്റിൽ ആ സമയത്ത് ഒരു സംഭവം ഇവിടെ ഉണ്ടാവില്ല, പക്ക ബ്ലാങ്കാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ആ ഒരു എന്താ പറയുക സംഭവം റെഡിയാക്കി വെച്ചതൊക്കെ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവാം. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും ഇല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അവിടെ പോയിട്ട് കുറച്ച് ഞങ്ങളുടേതായ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യലാണ് കേട്ടോ. പോകും ഇങ്ങനെ ഇതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക അസുഖമുള്ളത് തന്നെ മറന്നു കേട്ടോ. അസുഖം എന്ന് പറഞ്ഞാൽ വലിയ അസുഖമൊന്നുമല്ല, ആ പനി ചെറിയൊരു ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളത് തന്നെ മറന്നു. ഞങ്ങളിങ്ങനെ ഇതിലിങ്ങനെ എന്താ പറയുക ആ ഒരു വൈബിലിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എന്താ പറയുക സ്റ്റെപ്പ് എസ്കലേറ്റർ മാത്രമേ ഉള്ളത്. അപ്പം താഴത്തേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ലിഫ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിന് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഏത് ഭാഗത്താണെന്നൊക്കെ തിരയാം. അപ്പോൾ ഭയങ്കര ബടാ സൈസ് ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു റൂമിൻ്റെ അത്ര ഉണ്ട് ലിഫ്റ്റെല്ലാം കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതോ ഒരു കുട്ടിയെ കൂടി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റി. കാക്ക ക്ലിയറായിട്ട് LG ലോവർ ഗ്രൗണ്ടിലേക്കുള്ള നക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ എന്തോ ആണ്, നമുക്ക് ഗ്രൗണ്ടിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ആളെ കണ്ട് പിടിച്ച് നെക്കി. പക്ഷേ രണ്ടാമത് മാറ്റി നെക്കി. അപ്പോൾ ഞങ്ങൾ അതിന് തമ്മിലുള്ള കുറച്ച് കലഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഭാഷ അറിയാത്ത ആൾക്കാരാണ് കൂടെ ഉള്ളത്, അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക എല്ലാ ഷോപ്പിങ്ങും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു തിരക്കുമില്ല, വീക്കെൻഡ് അല്ലാത്ത ദിവസം ഇവിടെ ഒന്നും ഒരു തിരക്കും ഉണ്ടാവില്ല. അങ്ങനെ ഭയങ്കര സുഖമായിട്ട് എന്താ പറയുക. അപ്പോൾ ഈ ലിഫ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളങ്ങനെ റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, കീപ് സപ്പോർട്ടിങ്.